ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളല്ല ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അമ്പലത്തിലെ സപ്താഹം നടക്കുന്നു. ഇതുവരെ ഞാൻ പോയില്ല. മക്കളൊക്കെ പോയി. മക്കളും അണ്ണനും നമ്മുടെ സരസും ഒക്കെ പോയി. ഞാൻ ഇന്നാ പോയി. ഇന്നലെ പിന്നെ നമുക്ക് കല്യാണം ഉണ്ടായിരുന്നല്ലോ. ഇന്നലെയാണോ മെനഞ്ഞാന്നായിരുന്നോ കല്യാണം? ഇന്നലെയാണ്. ഒരു ഓർമ്മക്കുറവേ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുവരെ പോയില്ല. മെനഞ്ഞാന്നും പോകാൻ പറ്റിയില്ല. മെനഞ്ഞാന്ന് മോൻ്റെ സ്കൂളിൽ പോയി. ഞാൻ ഇതുവരെ പോയില്ല. ഇന്ന് അന്നേരം പോയി. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഉണ്ണിയൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഉണ്ണിയൂട്ട്. അത് പോയി കണ്ടു. ഉണ്ണികൾക്ക് അമ്മമാർ ചോറ് കൊടുക്കുന്നത്, പിന്നെ അതിൻ്റെ ബാക്കി വരുന്നത് അമ്മമാർക്കും കഴിക്കാം കേട്ടോ. നല്ല ഇതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നാളെ പിന്നെ എന്താ വിവാഹം ഒക്കെ താമസിക്കുന്നവർക്കും കഴിക്കാം. അങ്ങനെ അവർക്കൊക്കെ എന്താ ദോഷങ്ങളൊക്കെ ഉള്ളവർക്കായിട്ടുള്ള ചടങ്ങുകളാണ് നാളെ എന്തോ ഒരു ഓർക്കുന്നില്ല, ഒരു പ്രത്യേക പൂജകളൊക്കെ. പിന്നെ വൈകിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത്തിരി നേരം ഞാൻ ഇവിടെ നിന്നൊരു 11 മണിയായപ്പോൾ ഞാൻ പോയി കേട്ടോ. 2 മണിയായപ്പോഴത്തേന് ഇനി വന്നു. പോയിട്ട് വന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതൊക്കെയാണ് ഇന്ന് നമ്മുടെ ആദ്യം കുറച്ച് വീഡിയോ. പിന്നെ ഇന്നലത്തെ നമ്മുടെ കല്യാണത്തിന് പോയതിൻ്റെ കുറച്ച് വീഡിയോയും കൂടെ ഉണ്ട് ഇന്ന് കേട്ടോ. അവരുടെ കല്യാണവും കഴിഞ്ഞു, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു, അടുത്തത് സെക്കൻഡ് നൈറ്റായി. ഞാൻ ഇവിടെ വീഡിയോ ഇട്ട് തകർക്കുന്നതല്ലേ. സാരമില്ല, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇച്ചിരി ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല മുഹൂർത്തമല്ലേ വിവാഹം എന്ന് പറയുന്നത്. അപ്പോഴെല്ലാവരും സദ്യ കഴിക്കാൻ മാത്രമാണോ കല്യാണത്തിന് പോകുന്നത്? താലി ചാർത്തുമ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ, ദൈവമേ ഇവത്തുങ്ങൾക്ക് നല്ല ജീവിതം കിട്ടണേ, നല്ലൊരു കുടുംബജീവിതം കിട്ടണേ? അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളോ പിള്ളേരെ, നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? അതോ ചുമ്മാ സദ്യ ഉണ്ടാകാനാണോ പോകുന്നത്? സദ്യ ഉണ്ണാൻ മാത്രമല്ല, നമ്മൾ അവരെ അനുഗ്രഹിക്കണം കേട്ടോ. നല്ല കുടുംബജീവിതമൊക്കെ കിട്ടാൻ. അത് ഏതൊരു ഏതൊന്നില്ല, ഏതൊരു കല്യാണത്തിന് പോയാലും നമ്മൾ അവരെ അനുഗ്രഹിച്ചൊക്കെ വേണം നല്ല കുടുംബജീവിതമൊക്കെ കിട്ടാൻ. പിന്നെ എല്ലാം ഓരോരുത്തരുടെ തലയിലെടുത്ത് പോലൊക്കെ നടക്കും. ആരൊക്കെ അനുഗ്രഹിച്ച് വിട്ടാലും നടക്കാനുള്ളത് നടക്കുമൊന്നും തങ്ങി നിൽക്കത്തില്ല അല്ലേ. എന്തെല്ലാം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടാണോ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. തെറ്റും കുറ്റങ്ങളും ഒക്കെ എല്ലാവരുടെയും പക്ഷത്ത് കാണും. അതൊക്കെ അങ്ങ് ക്ഷമിക്കണം അല്ലേ. ഒരു ജീവിതവും ഒരു വീടും ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ അത് കൂടുതലായിട്ട് നമ്മളങ്ങോട്ട് എടുക്കുമ്പോഴാണ് ബഹളവും തമ്മിത്താലും ഒന്നും പറയണ്ട. ഡൈവോഴ്സിനും ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് ദൈവം വരച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് കല്യാണ വിശേഷങ്ങളും കാണാം. നമ്മുടെ സരസ് 2 ദിവസം കൊണ്ട് അവിടെ കേട്ടോ. ഭയങ്കര ഗമയാ. ഒരു മൈൻഡും ഇല്ല. മരുമോളെ കണ്ടിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വന്നോ, കടന്തൽ കുത്തിയ മാതിരി. എങ്ങനെയാന്ന് അറിയത്തില്ല ഇത് തീർക്കുന്നത് കേട്ടോ. നമ്മളൊക്കെ പോയിട്ട് വന്നാൽ സത്യമായിട്ട് പിള്ളേരെ നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഭയങ്കരമൊക്കെ വന്നേ. 2 വശത്തും 2 കാക്കച്ചിമാർ വന്നിരിക്കുന്നു. ഇവളുമാർ ഈ ഇൻട്രോയ്ക്കകത്ത് താമസിച്ച് പോയിട്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ പോവാ. പൊക്കോണം 2 ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണം കേട്ടോ. സരസുവിൻ്റെ കാര്യം ഭയങ്കര ഗമയാട്ടോ. ഞങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല. അവിടെ നിൽക്കട്ടെ, സരസുവിനെ നോക്കാൻ വേണം 2 പേര് കേട്ടോ. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ സരസു അങ്ങോട്ടും. ഞങ്ങൾക്ക് ചിരിയും വന്നു. 2 പേര് വേണം, ഇടവും വലും. പാവം ഇങ്ങനെ വയ്യാത്തത് കൊണ്ടേ അമ്മ അങ്ങനെ നടക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലത്തിൽ തന്നെ ഉണ്ടാവും. തിരിച്ചു വന്നപ്പം പിന്നെ അമ്മയെ അനിയൻ്റെ കുടുംബത്തോട്ട് ആക്കിയിട്ടാണ് വന്നത്. എനിക്കിങ്ങ് ചിരിയും വരും. ഞാൻ കൊച്ചിനോട് പറയാം, ദൈവമേ തന്നെ ഉള്ളൂ, എന്തൊക്കെ ആക്കി കൂട്ടുന്നോ എന്തോ. ഇവിടെ ആകുമ്പോൾ പിന്നെ അവരവരുടെ വീടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറാനും ഇറങ്ങാനും ഒക്കെ അറിയാമല്ലോ. ഇതിപ്പം തപ്പി നടക്കും. എന്താവോ ഏതാവോ എന്നൊന്നും അറിയത്തില്ല. സരസ്
നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് കല്യാണ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഭാര്യയും അവർ രണ്ടുപേരും അവർ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ആണെന്ന് അറിയുന്ന കേട്ടോ. രണ്ടാളെ എനിക്കറിയാം, പക്ഷെ അവരെ ഞാൻ കൂടെ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവർ ഭാര്യ. അതിപ്പം ഞാനാണേലും നമ്മുടെ അണ്ണനാണേലും ചിലർ പറയുമ്പോൾ നിങ്ങളുടെ എന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴാട്ടോ ഈ കുഞ്ഞിൻ്റെ മോടെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും ഭാര്യ ഭർത്താവുമാണെന്ന് അറിയുന്നത് കേട്ടോ. കല്യാണം പറയാൻ വന്നപ്പോഴും ഒത്തിരി നേരം ഇവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പുള്ളിക്കാരത്തിയുടെ അടുത്ത് ഞാനും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും അച്ഛനും അമ്മയും കൊച്ചിൻ്റെ അച്ഛനും അമ്മയാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് കേട്ടോ. അപ്പോഴങ്ങനെ ഓരോ ചടങ്ങുകൾക്ക് ചെല്ലുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ട് ഓരോരുത്തർ പരിചയപ്പെടാനും ഒക്കെ കഴിയുന്നത് കേട്ടോ. നമ്മുടെ പിച്ചിക്കകത്തിരുന്ന് എൻ്റെ കഥയെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ചിന്നുവേ അവള് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തും. ചിറകൊക്കെ ഇട്ട് പേനയെ കൊല്ലുവാൻ തോന്നും. പേനയുടെ ഇല്ല ഷിബുവിൻ്റെ കൂടെലേക്ക് ഇറക്കും. തലേ മൊത്തം പേനയെ കൊല്ലുന്നിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാൻ കേട്ടോ. ഞാൻ ഇറങ്ങി വരും. അവിടെ ഇരുന്നാട്ടോ, ബിൽഡിങ്ങിക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കും. ഇവിടെ കസേരയുണ്ട്, അല്ലെങ്കിൽ 2 കസേര എടുത്ത് കൊടുത്താട്ടെ. പ്രായമുള്ള അമ്മമാരെ ഒരു പക്ഷെ ബുദ്ധിമുട്ട് കാണും. കസേരയൊക്കെ ഇട്ട് കൊടുത്താട്ടെ, ഒരേ മാനിക്കണ്ടായി നമ്മൾ. മുഖാകരൻ പ്രണായുഷ്ടാമയോ ഭുവസ്ഥാന ഊർജേതാതനം ഹീരണായ ചക്ഷസേ യോഗ ശിവതമോരസ തസ്യ ഭാജയതേഹന ശരീരവമാതരാത് തസ്മാതരംഗമാവയ ശിക്ഷയായ ജുന്നധ അഭോജനയഥാചന. പറന്ന് നിൽക്കുന്നവരാണ്. എടുത്തു കൊടുത്താട്ടോ, ഓരോന്നാട്ടോ. ആദ്യം തേന് കൊടുത്താട്ടോ. ഓരോന്നായിട്ട് തിരുമനസ് പുഷ്പങ്ങളോട് തെളിച്ചു കൊടുക്കുമ്പോൾ മോതിരവിരലുണ്ടല്ലോ, മോതിരവിരൽ വലത് കൈയുടെ 5 വിരലിന്റെ ഏറ്റവും കൊച്ചു വിരലിന്റെ തൊട്ടിപ്പുറത്തുള്ള വിരലാണ്. അതാ മോതിരവിരലെന്ന് പറയുമ്പോൾ ഇത്ര വിരൽ. അപ്പൊ ആ വിരൽ കൊണ്ട് വേണം തൊട്ട് എന്താണ് നാവിലോട്ട് വെച്ച് കൊടുക്കാൻ. ഭഗവാനെ പ്രാർത്ഥിച്ച്, ഭഗവാനെ തേൻ പോലെ മാധുര്യമായ എന്താണ് സംസാരം അവന്റെ നാവിൽ നിന്ന് ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വേണം കൊടുക്കുവാൻ. ഇലയെ വിളമ്പിക്കോട്ടെ, കുഴപ്പമില്ല, അന്നേരമായിക്കോട്ടെ. ഇലയിലങ്ങ് വിളമ്പിക്കാൻ മതി. ഇനി അമ്മമാര് അടുത്തില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അമ്മമാരെ അടുത്ത് കാണില്ല. കുഞ്ഞുങ്ങൾ തന്നെ മോതിര വിരലുകൊണ്ട് എടുത്ത് വെക്കുക. വിളമ്പിക്കട്ടെ, പുറകെ പോയിക്കട്ടെ. അത് കഴിയുമ്പോൾ ചോറ്, ഇവിടുത്തെ കറികളും ഒക്കെ കൊടുക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ നല്ല ആൾക്കാര് പെട്ടെന്ന് നാമം ചോദിച്ചാട്ടെ. ഹരേ രാമ കൊടുത്തട്ടെ. രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജപിച്ചാട്ടെ, ഉച്ചത്തിൽ ജപിച്ചാട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിഭവങ്ങളൊക്കെ വിളമ്പി കഴിയുമ്പോൾ ഇവിടെ കീർത്തനമൊക്കെ ഉണ്ടാകും. ഉണ്ണിയൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കീർത്തനമൊക്കെ ആലപിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പ്രസാദങ്ങൾ നാമം ചോദിച്ചു കഴിഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ കെട്ടിയവർ കഴിച്ചാട്ടെ. ഇവിടെ
ഉടൻ തന്നെ ഭാഗവത തത്വ പ്രഭാഷണം ഉണ്ടാകും എന്നുകൂടി അറിയിക്കുകയാണ്. ഒക്കെ ഒന്നാണ്. ഇങ്ങോട്ട് കഴിഞ്ഞ് തിരിഞ്ഞ് ഇരിക്കാൻ സജ്ജനങ്ങൾ താല്പര്യമുള്ളവർക്കൊക്കെ എന്നാണ് ഇങ്ങോട്ട് നോക്കിയിരിക്കാം, വേദിയിലോട്ട് നോക്കിയിരിക്കാം. അവിടെ ഇങ്ങോട്ട് കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന ഉണ്ണിതായി കാണ വേണം
ഭഗവാനെ എന്നും ഗോവിന്ദനം കൂടാതെ വന്നിടാവാം ഭഗവതേ വാസുദേവ.